ചെയ്തിരുന്നു. പക്ഷെ അത് ഞങ്ങള് 3 പേര് മാത്രമായിട്ട് ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഇമ്പോസ്റ്റർ ഫുഡ് ചാലഞ്ച് ബോയ്സിനെ കൊണ്ട് ചെയ്യിക്കണമെന്ന്. കാര്യം കള്ളത്തരങ്ങളൊക്കെ വരെ മുഖത്ത് വരുമോ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. അതെ, അതുകൊണ്ട് 3 ആളെ കിട്ടിയ സമയത്ത് ഞങ്ങൾ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. കുറച്ച് അനുഭവിക്കട്ടെ. അതെ, ഞങ്ങൾ പല പല വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇവര് പറയാനുണ്ട് അത്രയല്ലേ ഉള്ളൂ ഇവരൊന്ന് കഴിച്ചു അങ്ങൊക്കെ അത് അങ്ങനെ ചെയ്താലെന്താ, എങ്ങനെ ചെയ്താലെന്താ, അങ്ങനെയൊക്കെ ബാക്കിൽ ഇരുന്നവര് കമന്ററി പറയാറുണ്ട്. അതെ, പിന്നെ അതെ പിന്നണിയിൽ നിന്നേണ്ട് പറയാൻ നല്ല സുഖമാണ്. അപ്പൊ ഞങ്ങള് വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ഇവര് ചെയ്ത് നോക്കട്ടെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, അങ്ങോട്ടും മനസ്സിലായിക്കോളും എന്തൊക്കെയായിരിക്കും. ഇവരോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണ് റൂൾസ് എന്നൊക്കെ. പിന്നെ വീഡിയോസ് കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും സെല്ലിന് പറഞ്ഞു കൊടുക്കാൻ എന്താ റൂൾ? അതായത് നമുക്ക് കോമൺ ആയിട്ട് ഒരു ഫുഡ് വരും മുന്നില്. അതിൽ ഒരെണ്ണം ഇമ്പോസ്റ്റർ ഫുഡ് ആയിരിക്കും. അതായത് ഒരെണ്ണം ചിലപ്പോൾ വിയേർഡ് ആയിരിക്കും. പക്ഷെ ആർക്കാണ് വിയേർഡ് കിട്ടിയെന്നുള്ളത് മിസ്റ്ററി ആയിരിക്കും. പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് വിയേർഡ് കിട്ടിയാലും മുഖത്ത് എക്സ്പ്രഷൻ ഇടാനോ ഒന്നും പാടില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു സമയമാവുന്ന സമയത്ത് നമ്മൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇതിൽ ആരെടുത്താണോ ഇമ്പോസ്റ്റർ ഫുഡ് എന്നുള്ളത് വോട്ട് ചെയ്ത് കണ്ടെത്തണം. വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇമ്പോസ്റ്ററിനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഇമ്പോസ്റ്റർ ആ പണിഷ്മെന്റ് മുഴുവനായിട്ട് എടുക്കേണ്ടി വരും. ഇൻ കേസ് ഇമ്പോസ്റ്റർ രക്ഷപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള 2 പേര് പണിഷ്മെന്റ് എടുക്കേണ്ടി വരും. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സംഭവം. അപ്പൊ എന്തായാലും പണി കിട്ടും എന്നുള്ള ഒരു ടൈപ്പ് ചാലഞ്ച് ആണ്. ഇവർക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് എക്സ്പ്രഷൻ എത്രത്തോളം ഇടാതിരിക്കാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. പണി എപ്പോ വേണം അതൊന്നും പറയാൻ നിങ്ങൾക്ക് മതിയാവുന്ന വരെ ഞങ്ങൾ റൗണ്ട്. കഴിഞ്ഞ തവണ ഞാനായിരുന്നു ഫുഡൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. ഇത്തവണ ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തപ്പി പിടിച്ചെടുത്ത് ഞങ്ങൾ 3 പേരുടെ തലയിൽ വന്ന സാധനങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? എല്ലാരും ഉഷാറോടുകൂടി ഇരുന്നോളൂ കേട്ടോ. അപ്പൊ നല്ല സാധനങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അതെ, അപ്പൊ നമുക്ക് നേരെ ഇനി ഫസ്റ്റ് റൗണ്ടിലോട്ട് പോവാം. ഗൈസ്, ഈ ഫുഡാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിലേ കണ്ടുറക്കണേ. ഫുഡ് ഒരു പ്ലേറ്റിലുള്ളത്. ഓരോരുത്തർക്ക് റാൻഡം ആയിട്ട് ഓരോന്ന് എടുക്കാം. അപ്പൊ കണ്ടുറന്നോ? കണ്ണുറന്ന് കഴിച്ചോ? നമ്മള് ഫുഡിലോട്ട് നോക്കാൻ പാടില്ലല്ലേ? ബാക്കിയുള്ളവരുടെ ഫുഡിലേക്ക് നോക്കരുത്. എനിക്കറിയില്ല. അവലായിട്ട് സീരിയസ് ആണോ? ഫുള്ള് കഴിച്ചു തീർക്കരുത്. എനിക്കിതിലൊരാളെ സംശയമുണ്ട്. പൊത്തി ചെയ്യാൻ നോക്കൂല. കഴിച്ചോ? ഫുള്ള് തിന്നണ്ടല്ലോ. പകുതി തിന്നാ മതി. തിന്ന് തീർക്കണം നിർബന്ധമൊന്നുമില്ല. കളിയൊന്നും മിണ്ടില്ല. അധികം സംസാരിക്കാതെ നമ്മൾ ക്ലീൻ ആയിട്ട് നോക്കണം. അങ്ങനല്ലേ? സംസാരിക്കുകയെ ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആ സൈഡ് നോക്കിയോ. എനിക്ക് സൽമാൻ ആവശ്യമോ? എന്തുകൊണ്ട്? ഓന്റെ മുഖത്തുള്ള ആ ഒരു റഫ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം എന്താ അറിയ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കല്ലേ? അതില് യോഗട്ടും ഉപ്പും. അതായത് നിങ്ങളെ 2 മസ്കാബ് ഉണ്ട്. അതായത് നോർമൽ ഫുഡ് മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മസ്കാബ് ഉണ്ട്. സല്ലുവിന്റെ നേരുന്ന ഇമ്പോസ്റ്റർ ഫുഡ് അതിൽ യോഗട്ടും സോൾട്ടും മിക്സ് ചെയ്തിട്ടാണ്. ഞാൻ വിചാരിച്ചു അവലേട്ടനാന്ന്. ഞാനത് വിചാരിച്ചു. എനിക്ക് തീരെ മനസ്സിലായില്ല സല്ലു. ഇതൊരു ക്രീമും തിന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാനൊരു തുള്ളി ഇറക്കിയില്ല കേട്ടോ. നിന്റെ മോനെ ഷോക്ക് അടിച്ച മതി. സല്ലു എന്നാലും ഞാൻ ഇറക്കണ്ടേ? എക്സ്പ്രഷൻ ഇടാതെന്നത് എങ്ങനെയാ? എനിക്കും പഠിച്ചോന് മാത്രമേ അറിയൂ. അത് ഫുള്ളെന്നാണോ? ഒരു എക്സ്പ്രഷനും ഇല്ല. അതിനെ ഞാൻ പിടിച്ചത്. പക്ഷെ ഈ ഇതിന്റെ ഒരു സൈഡ് കടിക്കുമ്പോ ഇതിന് ചെറിയൊരു ഉപ്പ്. അത് ഇവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് കത്തിയില്ല തോന്നുന്നു. ഷോക്ക് അടിച്ച മതിയില്ലല്ലേ?
പോടാ ബട്ടർ പറഞ്ഞു പോടാ. എന്താ പറയാണ്ട് എന്നാലും എന്റെ മുഖത്ത് ഞാൻ ഇത്ര എക്സ്പ്രഷൻ ഇടാനായിട്ട് എങ്ങനെ മനസ്സിലാക്കാം? ആദ്യം എനിക്ക് അങ്ങോട്ട് കയറി വോട്ട് ചെയ്താൽ മതിയല്ലേ? അങ്ങനെയല്ലേ tactics. ഞാൻ ജുനുവിനെ വോട്ട് ചെയ്യാൻ വിചാരിച്ചില്ല. ഒരു എക്സ്പ്രഷനും ഇല്ല. ഞാൻ ചോദിക്കുന്ന ഇഷ്ടമായി തോന്നുന്നു. Okay, very good. ഇമ്പോസ്റ്റർക്കുള്ള പണിഷ്മെന്റ് ആ ഫുഡ് കംപ്ലീറ്റ് തിന്നു കഴിഞ്ഞിട്ട് വെരി ഗുഡ്. നല്ല ഉപ്പ് ചേർത്ത യോഗട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ബണ്ണാണ് ഗൈസ്. ഇപ്പൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഗൈസ് ഞങ്ങൾ എത്രത്തോളം സഹിച്ചിട്ടാണ് ഈ ഫുഡൊക്കെ കഴിക്കുന്നത് എന്നുള്ളത്. വെറൈറ്റി സാധനങ്ങളും കണ്ടുപിടിച്ച് കൊണ്ടുവരും മോനെ തോന്നുന്നു മനസ്സിലാക്കാം. ഞങ്ങൾക്ക് പ്രൗഡ് ഫീൽ ആണ്, പ്രൗഡ് ഫീൽ. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെയാണ് അനുഭവിക്കുന്നത് ഗൈസ്. സന്തോഷമായോ? അടുത്തോട്ട് പോവാ. ഗൈസ് അടുത്തത് ഇതാണ്. എന്താണ് അത് ഞാൻ പറയുമ്പോ വളരെ നല്ല ഒരു ഇതാണ് ഗൈസ്. എന്നെ ഒന്നുകൂടെ താങ്കളെ ശേഷിക്കുന്നുണ്ടെന്ന് തോന്നില്ല. ഇപ്പോഴേ ഇതായോ? വായിൽ നിറയെ ഉപ്പ എന്റെ എപ്പോഴും. ആണോ? എന്നാ ഈ റൗണ്ടോട് കൂടി അത് ശരിയാവും. എന്തോ കൈയൊക്കെ അടക്കി വെക്കണം. നീങ്ങുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഹായ്, നല്ല മണോ? എനിക്ക് കിട്ടില്ല. ഹായ്, നമ്മള് കല്യാണപ്പുരയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടൂലേ ഒരു കുടിക്കാനുള്ള ഒരു അല്ല സാധനം? എനിക്ക് കിട്ടുന്നില്ലേ മണോ? ഓക്കെ, മണത്ത് കഴിഞ്ഞോ? പൈനാപ്പിൾ ജ്യൂസിന് മണം. എന്നാ പിന്നെ കണ്ടോർന്നോ? കുറച്ചാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് മണക്കുന്നില്ല. എടുക്ക് കുടിക്ക്. അയ്യോ, കുടിക്കാം. ഇതെന്തെങ്കിലും പണിയാണോ? ഏയ് ഞങ്ങളതാണല്ലോ വെച്ചത്. എക്സ്ട്രാ ആ ജൂനിന്റെ കണ്ണൊക്കെ ചോക്കണല്ലോ. അതെന്റെ കണ്ണെന്തേ? പക്ഷേ എന്റെ കണ്ണ കൊത്തിറക്കുന്നു. ആയിക്കോട്ടെ. സംഭവം ടേസ്റ്റ് ഉണ്ട്. നല്ല taste ഉണ്ട്. രണ്ടിനും മൊത്തം ഭയങ്കര കളർ ലക്ഷണം ഉണ്ടല്ലോ. സംഭവം നമുക്ക് ആർക്കും മനസ്സിലായില്ല. നമുക്കെന്നെ മനസ്സിലാവാൻ കാര്യം ഫസ്റ്റ് റൗണ്ട് മുതൽ ആ ഒരു ഡൗട്ട് അവനവനെ ആണോ? ഈ നേരത്തെ ഉള്ള അതേ വരുത്തന്നെ മുഖം. ഇപ്പോഴും അതേ കള്ള ലക്ഷണം കറക്റ്റ് കള്ളത്. ജൂന് ക്ലാസ്സിലേക്ക് നോക്കുന്നില്ല. എടാ ഞാൻ നോക്കിയില്ല പിടിക്കുന്നത്. അടിപൊളി സാധനം. വോട്ട് ചെയ്യാം. മിക്കവാറും വേണ്ടി വരും. നമുക്ക് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങളായിട്ട് തുടങ്ങിക്കോട്ടെ വിചാരിച്ചു. എനിക്ക് വലിയ സംശയത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാണ് വോട്ട് ചെയ്യുന്നത്? ഞാൻ വോട്ട് ചെയ്യാം. ഞാൻ ജുനുവിനെ വോട്ട് ചെയ്യുന്നു. ജുനുവിന് എന്നില്ലാത്തൊരു ചിരിയും ഓവർ ചിരിയും കളിയും ഒരു എനിക്കോ ഈ മറ്റേതുണ്ടല്ലോ മണിച്ചിത്രത്തായാലും ഇന്നസെന്റ് അതേമാതിരി ഒരു കളി ടേസ്റ്റ് കൊണ്ടാടാ. അതൊക്കെ മനസ്സിലായി. സത്യായിട്ട് ഇനി അമലേട്ടൻ. അവര് പറയും ഞാൻ അത്യാവശ്യം confused ആണ്. കുടിച്ചു വേണേ ഇനി കുടിച്ചോട്ടെ. കുറച്ചുകൂടി കുടിച്ചു നോക്ക്. അത് ഫസ്റ്റ് കുടിച്ചപ്പോ തന്നെ ജുൻകാന്റെ മുഖത്തുണ്ടായിരുന്നു. കണ്ടില്ല. മഞ്ഞളോ മഞ്ഞളിക്കുള്ള ടർമറിക് മഞ്ഞപ്പൊടി വിളിച്ചേ. നല്ലതാണ് ഇമ്മ്യൂണിറ്റിക്ക് ഒക്കെ കുടിച്ചോ. അങ്ങനെ ഒറ്റ വലിക്ക് കുടിക്കുക. പണിഷ്മെന്റ് ആണ്. ചിയേഴ്സ് അളിയാ, ചിയേഴ്സ്. കുടി. അത് ടേസ്റ്റ് ചെയ്യണം. രണ്ടാളും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അല്ല വേണ്ട ടേസ്റ്റ് അല്ല ജുൻക ഫുള്ള് അബദ്ധാണ് ഗൈസ് കാണിച്ചത്. എല്ലാം ഈ ഇമ്പോസ്റ്റർ ഫുഡ് കിട്ടിയിട്ട് ജുൻക എന്താക്കി മുഖത്തൊക്കെ ചിരിച്ചിട്ട് ആ കുഴപ്പമില്ല ടേസ്റ്റ് എന്നുള്ള രീതിയിൽ നിന്ന്. അതെ, ജസ്റ്റ് ഒന്ന് വയറാക്കി നോക്കി. ഞങ്ങൾക്ക് അറിയാതെ നോക്കിയിട്ടാണ് ഇവിടെ വന്നു നോക്കിയത്. ഞാനത് കുടിക്കുക. ഓ എന്താ നേരത്തെ എന്തോന്ന് പറഞ്ഞില്ല ഈ എന്ത് കുടിച്ചാല് Immunity കുടി, കുടി. ഒറ്റ വ്യക്തിയെ കുറിച്ച് തീർക്കണം. Come on, Junu, you can. Yes. അയ്യോ മോനെ സീന്. മതി മതി മതി. അടുത്ത റൗണ്ടിലോട്ടൊന്നും ഇല്ല. പോയാലോ അളിയാ? അടുത്ത round പോവാ.
ജുനോ അമല് മാത്രമാണ് ഇതുവരെ കഴിച്ചിലായത്. അടുത്തത് അമലിന് തന്നെയാ ഉറപ്പ്. ഓനെ ഇമ്പോസ്റ്റർ, രാഗി ഓനെ ഇമ്പോസ്റ്റർ ഉറപ്പാ. ഭഗവാനെ എന്റെ അടുത്തേക്ക് വരുന്ന പണി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകണം. ആ 2 പണിയും കൂടെ ഒന്നിലേക്ക് പോണേന്നാ. അടുത്ത നമ്മൾ വെക്കാൻ പോകുന്നതാണ്. ഇത് നിങ്ങൾക്ക് മുന്നേ കണ്ട് പരിചയം ഉണ്ടാവുന്നത് ഞങ്ങൾക്കറിയാം. ഇതൊരു പകരം വീട്ടിലായിട്ട് നിങ്ങൾ കൂട്ടിയത്. അപ്പൊ ഞാൻ വെച്ച എന്തോ ഒരു സാധനമാണ്. അതെ, ഞങ്ങൾക്ക് സാധനങ്ങളെ കിട്ടായിട്ടില്ല, പക്ഷെ ഇതുവരെ കഴിക്കണം ഞങ്ങൾക്ക് ആഗ്രഹം. വേസ്റ്റ് ആയിരിക്കും. എന്തായിട്ട് കൂട്ടാനി? അതൊക്കെ മേലടാ. പടച്ചോനെ കുറച്ച് പാടുപെട്ടു കണ്ണുറത്താ കാണാം. തുറക്കട്ടെ. ആ ഓക്കെ. ഞാൻ പറയുമ്പോ ഈ imposter കഷ്ടകാലാണ്. കണ്ണ് തുറക്കലും ഫുഡ് എടുക്കലും ആയിരിക്കണേ, നോക്കരുത്. Okay, ready അല്ലേ? 3, 2, 1, go. അല്ലയോ സലുവിന്റെ ഓർമ്മ വരുന്നുണ്ടോ? ചെറുതായി നല്ല തട്ടാണല്ലോ. പൊളി. ഞാനിന്റെ എക്സ്പ്രഷൻ ഞാൻ എന്റെ എക്സ്പ്രഷൻ പ്രശ്നമല്ലേ. അയ്യോ എല്ലാരും നല്ലോണം കീനായിട്ട് നിരീക്ഷിച്ചോളൂ. അമ്മനായിട്ട് ബിരിയാണി നന്നായി തിന്നുണ്ടല്ലോ. ആ ഉണ്ട്. ചവച്ച് തിന്നത്. സോറി സോറി. ജുനുവിന്റെ കണ്ണ് ഒന്നുകൂടെ ചോദിക്കുന്നത്. എന്റെ കണ്ണ് ചോന്ന് വരിക. അളിയന്റെ കണ്ണ് ചോന്നുണ്ട്. അയ്യോ ഉറങ്ങിയില്ലടാ നല്ലതാ. അവനായിട്ട് നടുവിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല. ഓനെപ്പോഴും ഒരു നമുക്ക് ഇപ്പോഴും മനസ്സിലായില്ല ആരെയും ഇമ്പോസ്റ്റർ ഇയാണ് ഇമ്പോസ്റ്റർ എന്ന് തോന്നുന്നു. മനസ്സിലാവില്ല. നിരീക്ഷിക്കുന്നുണ്ട് തോന്നാത്ത രീതിയിൽ നിരീക്ഷിക്കാൻ തോന്നുന്നു. മറച്ചു വെച്ചൊക്കെ തിന്നു കാണാ. കൊള്ളാം. എല്ലാവരും മറക്കും. ഞാൻ മറക്കും. അല്ല ഓട്ടി തുടങ്ങിയാലോ? ഓന് ഇഷ്ടപ്പെട്ടു നല്ലോണം. ഇഷ്ടപ്പെട്ടുണ്ട്. അതെ സല്ലു വേഗം ചിലർ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കഴിക്കുകയാണോന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. ഞാൻ പറയണ്ടേ? അടിപൊളിയാണ്. ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് മനസ്സിലായ പോലെ ഞാൻ അമലിന് വോട്ട് ചെയ്യുന്നു. ഞാനും സൽമാൻ. എന്തായാലും കിട്ടിയത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പുളി വോട്ട് ചെയ്യാന്ന് പറഞ്ഞേ. ഞാൻ ആസ്വദിച്ച് കഴിക്കും. എങ്ങനെയും ഒരു തലയിട്ടിടാൻ പറ്റുമോ? ഞാൻ ഇത് കാണിച്ചില്ല. മുന്നേ ഞങ്ങൾക്ക് തന്ന ഓർമ്മ ഉണ്ടോ? നിങ്ങൾക്ക് എന്താ കിട്ടിയ ചോക്ലേറ്റാ? ചോക്ലേറ്റ് മുഴുവൻ പുളിയാ. ഇത് എടുത്ത് ഫസ്റ്റിന്റെ കയ്യിൽ വന്നപ്പോഴേക്കും മനസ്സിലായി ഇത് പുളിയാണ്. അല്ല എങ്ങനെ ടേസ്റ്റ് ചെയ്യണേ? ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണോ? അല്ലല്ല, ഇത് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ടെർമറിക് ഷേക്ക് കുടിച്ചിട്ട് വേണ്ട. ചെറിയ പീച്ചടിയാ ഇത്. തിന്നീരാടി പെങ്ങളെ കടിച്ചില്ല. ചെറുത് തരാം. അയ്യോ ഞാൻ ഇറക്കിച്ചത് വരെ. പാവം ഒരു രണ്ടുപേരും നല്ല സുഖമായിട്ട് ഇത് കഴിക്കാം. അളിയനൊരു കഷ്ണം കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പറ്റാത്തോണ്ടാ. സല്ലൂന് ഈ റൗണ്ട് ഈ ചാലഞ്ചിലെ ഭയങ്കര കഷ്ടകാലമാണല്ലോ. ഇത് പോരെ. ഞങ്ങളത് മുഴുവൻ തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ അന്ന് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കായിരുന്നു സാധനം കിട്ടിയത്. ഞാൻ ഒരു എക്സ്പ്രഷൻ ഇടാതെ ഇരുന്ന് തിന്ന് ഇമ്പോസ്റ്റർ ആണെന്നുള്ളതിനെ കണ്ടുപിടിക്കാതെ ഞാൻ ഇവരെ കൊണ്ട് അത് തിരിച്ചതാ. അളിയ കർമ്മയാന്ന് കൂട്ടിയാ മതി. പോടാ. വെരി ഗുഡ്. അങ്ങനെ 2 ഇമ്പോസ്റ്റർ ആയിരുന്നു സല്ലു. ആ 2 ആൾക്കാർ കണ്ടുപിടിച്ച്. ഇനി എന്ത് കിട്ടി കഴിഞ്ഞാൽ എന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കിട്ടൂല. അപ്പൊ തന്നെ പിടിക്കൂ. പിന്നെ കണ്ടായി മനസ്സിലാവും. ഗൈസ് ഈ റൗണ്ടിൽ നമ്മൾ വെക്കാൻ പോകുന്നത് ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ് ഗൈസ്. കേട്ടിട്ടുണ്ട്. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഗൈസ്. ഓർക്കലും എടുക്കലായിരിക്കണം. ഇതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല കേട്ടോ. Okay. 3, 2, 1 എടുത്തോ. എന്ത് വിധി ഇത്.
കണ്ണിന്ന് വെള്ളം വരുന്നേ എന്താണ് വന്നത്? ആനന്ദ അല്ലേ? ആരെയും കാണിക്കാൻ പറ്റില്ല. പഴയ മുന്നത്തെ പോലത്തെ ഒരു എക്സ്പ്രസ്. എന്റെ എക്സ്പ്രഷൻ അങ്ങനെ തന്നെ സംശയത്തിൽ നോക്കുന്നോണ്ടാ. എന്താ ചെയ്യാ, എന്തിട്ട് കഴിഞ്ഞാലും ഒരേ എക്സ്പ്രഷൻ. ഇവനെപ്പോഴും ഇമ്പോസ്റ്റർ ആണെന്നൊരു സംശയം ഉണ്ട് അല്ലേ? എല്ലാ അതിലും ഉണ്ടാവും. അത് അമലേട്ടന്റെ ടാക്ടിക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ ചോദിക്കണ്ട എന്തെങ്കിലും? നിങ്ങളെന്താ തിന്നുന്നത്? നിങ്ങളെന്താ കഴിച്ചോണ്ടിരിക്കുന്നത്? അത് പറ, കിട്ടിയെന്നോ പറഞ്ഞില്ലല്ലോ. ലഡു അല്ലേ? ലഡു തുടങ്ങിയാലോ? തുടങ്ങല്ലേ? തുടങ്ങാം. എന്താ കഴിക്കാത്ത? ഞാൻ കഴിക്കുന്നില്ലേ? ഇപ്പൊ ഒരു പിടിയില്ല. അതൊക്കണോ? ദയമായിരുന്നു നേരത്തെ പറഞ്ഞു. നിലത്താക്കണ്ടിട്ട് ഉറുമ്പാവും. അല്ല എന്നാ നോക്കല്ലേ വോട്ട്? തുടങ്ങിക്കോളൂ. ഞാൻ തുടങ്ങാം. എന്റെ സംശയം അമലാണെന്നോ? എന്താ ആവശ്യം ചെയ്യുന്നു? എന്റെ അംശം അമല. ഞാനല്ല. ഞാനാ. ആർക്കാന്ന് മനസ്സിലായില്ല. ഞാൻ കണ്ട് ആ ലഡു എടുക്കുന്നത് ഞാൻ കണ്ട്. ഇവര് വിചാരിക്കുന്നത് എന്താ അറിയോ? ഒരാൾക്ക് ഇത്രയും പണി കിട്ടുമെന്നുള്ളതിനെ കൊണ്ട് അവരിങ്ങോട്ട് വോട്ട് ചെയ്യാൻ. അതോടെ ഈ ഒറ്റ വോട്ട് വീണില്ല. അതാ സംഭവം. കാര്യം എല്ലാ സല്ലുവിനെ വരുന്നുള്ളവര് പ്രതീക്ഷിക്കില്ല. എങ്ങനെ കറക്റ്റ് ഇതൊക്കെ പോയി എടുക്കുന്നത്? ഇതിപ്പോ ഞാൻ BP ഒക്കെ കുടിച്ച അതല്ല, എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട്. ഉപ്പിട്ടാലും ഇട്ടു. ഉപ്പ് നല്ല രീതിയിൽ ഉപ്പ് കോട്ട് ചെയ്തിട്ടുള്ള ലഡു. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇത് കട്ടിച്ചപ്പോ തന്നെ എനിക്ക് ഒരു ഉപ്പിന്റെ ഒരു ചോയം കിട്ടിയിട്ടുണ്ട്. അത് ഒരുമിച്ച് വെച്ചിട്ടേക്കും. ഒരുമിച്ച് വെച്ചിട്ട് അപ്പൊ ഉപ്പാണ് നമുക്ക് മനസ്സിലായി. അത് ഉപ്പാണ് ഇതിന്റെ മുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഏത് ഇതിന്റെ കൂടുതൽ ഏതോന്ന് ഉപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അല്ല, ഞാൻ ജയിച്ചല്ലോ. അപ്പൊ ഇവര് രണ്ടാമത് ഷെയർ ചെയ്ത് തിന്നണ്ടേ? ഇതും കിട്ടോ അതും കിട്ടോ? അതെ അതെ, അത് ഞാൻ കൊടുക്കാം. രണ്ടുപേർക്കും ഒരുപോലെ കൊടുക്കണം. ആ കെട്ടിയ കടിക്കടാ. ഇത് മിക്സ് ഇറക്കണം. ഞാനാണ് അതിൽ ഉപ്പ് കോട്ട് ചെയ്തത്. ഉപ്പ് ഇങ്ങനെ ഉപ്പിൽ ഇങ്ങനെ ഇട്ടിട്ട് ഉരുട്ടിയെടുത്ത ലഡു ആണ്. പിന്നെ ഷുഗർ പൊടിച്ചിട്ട് അതിന്റെ മുകളിൽ ഉരുട്ടിയെടുത്ത ലഡു വേറെ. അളിയനാ ഉപ്പിട്ട ലഡു മാറിയിട്ട് ആ മധുരയിലെ ലഡു മുഖത്തുള്ള സന്തോഷം എന്താ ചോറ് എന്റെ അമ്മ അമ്മാരുടെ ദുരന്ത ചാലഞ്ച് ഉണ്ടായിട്ടില്ല. എല്ലാം ഇങ്ങനെ 4 റൗണ്ടിൽ 3 എണ്ണെങ്കിൽ. പക്ഷെ എനിക്ക് നല്ല സംശയം ഉണ്ട്. ഇനി എന്താ കടിക്കുന്നില്ല. ഇവ ചെറിയൊരു കടി ഇവ കടിക്കാൻ ഇങ്ങനെ കടിക്കുന്ന. അതുകൊണ്ടല്ലേ ഞാൻ ചാടി കയറി ആദ്യം വോട്ട് ചെയ്തത്. ഞാനൊരു കാര്യം പറയട്ടെ. ജിമ്മിന് പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഷുഗർ കട്ട് പ്രതീക്ഷിച്ചിട്ട് നീ അങ്ങനെ ലഡു മധുരമുള്ള അധികം കഴിക്കാത്തിരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇവന്റെ പേര് പറയുന്നത്. ഭയങ്കര ഒരു ചിന്തയായി പോയിട്ട് അത് ദുരന്തായില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ എനിക്ക് പ്രാങ്ക് ആയിട്ട് തരുമോ? എല്ലാം മോശം കുട്ടിക്ക് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് വെക്കുന്നത് 3 എണ്ണം ഒരുമിച്ച് വെക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് വരരുതെന്ന് വെച്ചിട്ടാ. അത് നോക്കുമ്പോ കാക്ക നേരെ പോയി ഇമ്പോസ്റ്റ് ഫുഡ് തന്നെ എടുത്തിട്ടുണ്ടാവും. നമ്മളായിട്ട് മുന്നിൽ ഫുഡ് കൊണ്ടുവയ്ക്കുന്നില്ല. എന്നതാണ് ഇമ്പോസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്നില്ല. ഇവരെന്നെ സെലക്ട് ചെയ്യാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിച്ചോളാം. ഉപ്പിട്ട് ലഡു തീർന്നില്ല. ഇപ്പൊ മുന്നിൽ വന്നിരിക്കുന്നത് ജീവനുള്ള എന്താണോ? അല്ല. അപ്പൊ നിങ്ങൾ ഇനി റൈറ്റ്, സെന്റർ, ലെഫ്റ്റ് ഇതിലേതെങ്കിലും ഒന്ന് കണ്ണടച്ച് ഇരുന്നിട്ട് തന്നെ ചൂസ് ചെയ്താൽ മതി. ഞാൻ ലെഫ്റ്റ്. അമലോ? നീ സെലക്ട് ചെയ്യുന്നല്ലേ? ഈ സെലക്ട് ചെയ്തോ? നീ ലെഫ്റ്റ് സെലക്ട് ചെയ്തു. റൈറ്റ് ടു സെന്റർ ഉണ്ട്. ഞാൻ സെന്റർ സെന്റർ. ഓക്കെ, അപ്പൊ റൈറ്റ് എനിക്ക്. അപ്പൊ അത് ഇവിടെ അല്ല എനിക്ക്. ഓരോരുത്തരുടെ മുന്നിലുള്ളത് ഓരോരുത്തർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടോ? നീ കഴിച്ചോളൂ, തുടങ്ങിക്കോളൂ. അടച്ചാനേ കഴിക്കുക. ഇതിലധികം സംസാരിക്കാം. നമസ്കാരം. ഓ സുഖല്ലേ?
ജുനു കറക്കി കളിക്കുന്നുണ്ടല്ലോ. ഈ സാധാ പോലെ ഇങ്ങനെ കറക്കുക. രണ്ടിനും മുഖം നല്ല കള്ളലക്ഷണം ഉണ്ട് ഗൈസ്. അത് തേച്ചാലും മാച്ചാലും പോകാത്തതാണ്. അതെ, ചിരിക്കാൻ പറ്റില്ല എനിക്ക്. ഓ ആയോ ഒരു ധാരണയായോ പിന്നെ? ഏകദേശം എനിക്ക് ജുനുവിന്റെ ഓവർ ആക്ടിങ് കണ്ടിട്ട് ജുനു ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പക്ഷെ അമലേട്ടൻ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആണ്. എനിക്ക് സംശയമുണ്ട്. അമലാണ് കുറച്ച് സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ഇവിടുന്നാണ് മണക്കുന്നത്. അതായത് ബ്രെഡ് ടേസ്റ്റ് നമ്മൾ തേച്ച് കൊടുത്താൽ ബാക്കിയുള്ള എല്ലാവർക്കും ബ്രെഡിന് മയോണൈസ് നല്ല പല്ല് തേച്ച മണം. പൊതുവെ അമലയുടെ വർത്താനം കുറഞ്ഞതുകൊണ്ട് ഇവരധികം ശ്രദ്ധിച്ചില്ല എന്ന് തോന്നില്ലേ ജുനു? അതിനോട് തെറ്റിയില്ലേ? വർത്താനം പറയില്ല അങ്ങനെ. അതിനോട് തെറ്റിയില്ലേ? രണ്ടുപേരും കൂടെ ഒരാൾക്കല്ല വോട്ട് ചെയ്തത്, രണ്ടുപേരും രണ്ടാക്കാ വോട്ട് ചെയ്ത്. അതിനോട് നിങ്ങൾ രണ്ടുപേരും ഞാൻ പണിഷ്മെന്റ് എടുക്കണം. അതെങ്ങനെ? അല്ല, ഈ അമലല്ല വോട്ട് ചെയ്ത്. എനിക്കോ? അമലയുടെ നല്ല ബുദ്ധിപൂർവ്വം എക്സ്പ്രഷൻസ് ഒന്നും ഇടാതെ വർത്താനം ഒന്നും പറയാതെ പേസ്റ്റിന് വർത്താനം പറയാൻ പറ്റൂല. ആ തുറന്ന സ്മെല്ല് ഷാമിക്ക് ഓർമ്മയുണ്ട് ഓറിയോലിതായിട്ട് അതേ അവസ്ഥയാണ്. ഇവൻ നിന്റെ പേര് വന്നോളാം, ഞാൻ നിന്റെ പേര് വന്നു. അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടില്ലേ? ഇതിപ്പോ എങ്ങനെ തിന്നളിയാ? ഞാൻ ഒരു പക്ഷപാതം കാണിക്കില്ല. അത് കഴിച്ചു നോക്ക എങ്ങനെ ഉണ്ട്. കഴിക്കണം. ഞാൻ ഓറിയോ തിന്ന ആ ഒരു ഫീല് മനസ്സിലാവണം. ഒരു വരി തിന്നോ. അല്ല അമലയുടെ നല്ല തിന്നാട്ടോ. എന്നാ തിന്നോ. ഇപ്പൊ എന്താ ചെയ്യാ? ചാച്ചോ ചവച്ച് തിന്നണോ? ഞാൻ തിന്നട്ടെ. വേണമെങ്കിൽ ഒരു ബ്രഷും തരാട്ടോ. ഇന്ന് വല്ല ചവിടുത്. നേരത്തില്ലേ ഇത് ചവച്ചിറക്കാത്ത പൊക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ ഇവര്? ഞാൻ സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നേ. ചവക്കല്ലോ ചവക്കടാ. നിറയെ പേസ്റ്റ് ആണ് ഗൈസ്, കണ്ടോ? ശരിക്കും അത് നല്ല ബട്ടർ ക്രീം പോലെ ഉണ്ടോ? അതെ, ജൂലി കഴുകി. ജുൻക ചവക്കില്ലേ? ജുൻക കളർ ഇവര് ആക്കുന്നില്ല. അതന്നെ, കഴിക്ക്. കുറച്ചും കൂടെ കഴിക്കും. അത് കൊടുക്കും. എടാ എനിക്ക് നിന്നോടൊക്കെ ചെയ്ത ക്രൂരതയാവടാ. ചാക്കിമ പത പോണല്ലോ. നിന്റെ പത ആയി വരുന്നേ ഉള്ളൂ. വെള്ളം കൊടുക്കും ഇവർക്ക് ഇറക്കാൻ വേണ്ടിട്ട്. ഇത് ശ്രീ കണ്ടറിഞ്ഞ് തേച്ചത പേസ്റ്റ് ആണ്. ഞാൻ ഇന്ന് തിന്ന ലിസ്റ്റ്: ബ്രെഡ് വിത്ത് പേസ്റ്റ്, പിന്നെ കപ്പ് കേക്ക് വിത്ത് ഇംലി, പിന്നെ എന്തെങ്കിലും ലഡ് വിത്ത് ഉപ്പ്, ബൺമസ്ക വിത്ത് യോഗട്ട് ആൻഡ് ഉപ്പ്. നല്ല എല്ലാ സാധനവും 5 റൗണ്ട് 4 ഞാൻ തിന്നു. അങ്ങനെ guys, നമ്മൾ ആഗ്രഹിച്ചിരുന്ന ബോയ്സിന്റെ ആ ഇമ്പോസ്റ്റർ ഫുഡ് ചാലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എല്ലാം ഇവിടെ ആ മുഴുവൻ കിട്ടിയത് അത് പറയുന്നത് കർമ്മയാണ്. അത് കർമ്മയിൽ വിശ്വസിക്കണം എന്ന് പറയുന്നതാണിത്. കാര്യം സല്ലൂനാണ് എല്ലാ പണിയും കിട്ടി. ഇവരാണ് ഞങ്ങൾക്ക് എല്ലാ പുതിയ പുതിയ കോമ്പിനേഷൻസ് റിസർച്ച് ചെയ്തിരുന്ന് തപ്പി പിടിച്ച് കൊണ്ടുവരുന്ന ആളാണ്. ഞങ്ങൾക്ക് എല്ലാ ചാലഞ്ചിലും കൂടെ കിട്ടുന്ന കാക്കുന്ന ഒരു ചാലഞ്ചിലും അതെ, 21 കൊല്ലത്തേക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെയാണ്. ഇതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. അളിയാ ഇത് ശരിക്കും ഇതെല്ലാം കൂടി എന്റെ മുന്നിൽ വെച്ച് തന്നിട്ട് എന്നോട് തിന്നാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അത് മതിയായിരുന്നു. ഇതിലെനിക്ക് അതിയായ ദുഃഖമുണ്ട്. അതാ ചിരി കണ്ടിട്ട് മനസ്സിലാവില്ലേ? പക്ഷെ എല്ലാത്തിലും കഴിച്ചിലായി പോയത് അമലാണ്. ഒന്ന് മാത്രം പണി കിട്ടി. ഒന്നര ഇത് മുന്നത്തെ അറിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ ചാലഞ്ച്? ഓ നല്ല നല്ല ചാലഞ്ച്. അടിപൊളി ചാലഞ്ച്. പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു വിഷമുണ്ട്. ഇവർക്ക് രണ്ടാക്കും കൂടെ കുറച്ചും കൂടെ ഒരു അമലാണ്ടിന് പ്രത്യേകിച്ച് കുറച്ചും കൂടെ വേണ്ടിയിരുന്നു. സാധനങ്ങൾ വേണമായിരുന്നു. അതെ, അത് ഞങ്ങളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് ഓരോരുത്തരും തന്നൂടിനു. ഞാൻ അങ്ങനെ തന്നില്ലേനു. ഞങ്ങള് പക്ഷാഭേദം കാണിക്കണ്ടല്ലോ വെച്ചിട്ടോ. അതെ, ഇനിയിപ്പോ എന്തായാലും അടുത്തൊരു ഇമ്പോസ്റ്റർ ഫുഡ് ചാലഞ്ച് ഞാനില്ല. ബോയ്സ് വരും. അല്ല നിന്റെ അഭിപ്രായത്തിൽ ഇതേപോലത്തെ ഒരു ഇമ്പോസ്റ്റർ ഫുഡ് ചാലഞ്ച് ഇനി വേണ്ടതാണ്. എന്റെ അഭിപ്രായം ഇവിടെ എടുക്കില്ല. അപ്പൊ എന്തായാലും അടുത്ത ഈനൊരു സെക്കൻഡ് പാർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം. അതിൽ നമുക്ക് ഒരുപോലെ പണി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കടക്കാം. അതെ, പിന്നെ നെക്സ്റ്റ് ലെവലോ അപ്പോഴേക്കും ഞങ്ങളൊന്ന് റിസർച്ച് ചെയ്തിട്ട് പല പല പുതിയ ഇതിലും അടിപൊളി സാധനങ്ങളായിട്ട്
ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അത് ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. This is our